നമസ്കാരം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ഒരു കാര്യമാണ് ഭയം, അല്ലേ? ചിലപ്പോഴൊക്കെ വല്ലാത്തൊരു പേടി തോന്നും. പക്ഷേ ആ ഭയത്തെ ധൈര്യമായിട്ട് നേരിടാൻ നമ്മളെ സഹായിക്കുന്നൊരു വലിയ ഉറപ്പുണ്ട്. എന്താണ് ആ ആശ്വാസത്തിന്റെ വാക്കുകൾ എന്ന് നമുക്ക് ഒരുമിച്ചൊന്ന് നോക്കിയാലോ? അപ്പോ ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ഭയമുണ്ടോ? നമ്മൾ നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കിയാൽ ഉത്തരം ഉണ്ട് എന്നായിരിക്കും, അല്ലേ? സത്യം പറഞ്ഞാൽ അതൊരു സ്വാഭാവികമായ വികാരം മാത്രമാണ്. അതിലൊരു തെറ്റുമില്ല. നമ്മുടെ ഭയങ്ങൾ പലതരത്തിലായിരിക്കും, അല്ലേ? ചിലർക്ക് അസുഖങ്ങളെക്കുറിച്ചുള്ള പേടിയായിരിക്കും, മറ്റു ചിലർക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളെക്കുറിച്ചുള്ള വേവലാതി, നാളെ എന്താകുമെന്നോർത്ത് ഒരുതരം ഉത്കണ്ഠ, അല്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടു പോകുമോ എന്നൊരു പേടി. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും എപ്പോഴെങ്കിലുമൊക്കെ തോന്നുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഒരു ചോദ്യമുണ്ട്. ഈ ഭയങ്ങളുടെ എല്ലാം നടുവിൽ നമ്മൾ ഒറ്റയ്ക്കാണോ? അല്ല. നമ്മളെ കേൾക്കാനും നമ്മളോട് സംസാരിക്കാനും ഒരു ശക്തിയുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാകും? ആ ശബ്ദം നമുക്ക് നൽകുന്ന ഉറപ്പ് എന്താണെന്നൊന്ന് കേട്ടുനോക്കാം. അതെ, ഇതാണ് ആ ശക്തമായ വാഗ്ദാനം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. നീ നിരാശപ്പെടേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും, നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലംകൈയാൽ നിന്നെ നിലനിർത്തും. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈ ഒരൊറ്റ വാക്യത്തിൽ നമ്മുടെ ഏത് ഭയത്തിനുമുള്ള മറുപടിയുണ്ട്. യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം നൽകുന്ന ഈ ഉറപ്പ് എത്ര ആഴമുള്ളതാണ്! അപ്പോൾ ഈ വാഗ്ദാനത്തെ നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ ഇതിനെ ഒരു 3 ഭാഗങ്ങളായിട്ട് ഒന്ന് തിരിച്ചു നോക്കാം. ഇതിലെ ഓരോ ഭാഗവും നമ്മുടെ ഓരോ ഭയങ്ങൾക്കുമുള്ള ഒരു മരുന്ന് പോലെയാണ്. ഒന്നാമത്തേത്, ഏറ്റവും പ്രധാനപ്പെട്ട ഉറപ്പ്, അത് ദൈവത്തിന്റെ സാന്നിധ്യമാണ്. അതായത്, ഈ വാഗ്ദാനം പറയുന്നത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഭയമേ ഉണ്ടാകില്ല എന്നല്ല, മറിച്ച് നിങ്ങൾ ഭയപ്പെടുന്ന സമയത്ത് നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കില്ല എന്ന ഉറപ്പാണ്. ഈ ഒരു ആശയം ബൈബിളിൽ പലയിടത്തും ആവർത്തിച്ചു പറയുന്നുണ്ട്. ഓർക്കുന്നുണ്ടോ? വലിയ പ്രതിസന്ധിയുടെ നടുവിൽ നിന്ന മോശയോട് ദൈവം പറഞ്ഞതും ഇതുതന്നെയാണ്, ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. ശരിയല്ലേ? ഒറ്റപ്പെട്ടുപോയി എന്ന് തോന്നുന്ന ഒരു നിമിഷത്തിൽ ഇതിലും വലിയൊരു ശക്തി വേറെന്തുണ്ട്? ഓക്കെ, ഇനി രണ്ടാമത്തെ ഉറപ്പിലേക്ക് വരാം. അതായത്, ദൈവം നമുക്ക് ശക്തി തരുന്നവനാണ്. ചില സമയങ്ങളിൽ നമ്മുടെ സ്വന്തം ശക്തിയൊക്കെ തീർന്നുപോകുമല്ലേ? ആ സമയത്ത് നമുക്ക് ആശ്രയിക്കാൻ വേറൊരു ഉറവിടമുണ്ട്. ദൈവം നമ്മളെ ശക്തിപ്പെടുത്തുമെന്ന് വാക്ക് തരുന്നു. യെശയ്യാ 40:29 പറയുന്നത് ഇതുതന്നെയാണ്. അവൻ ക്ഷീണിതർക്ക് ശക്തിയും ബലഹീനർക്ക് പരാക്രമവും തരുന്നു. എന്തു മനോഹരമായ വാക്കുകളാണിത്! നമ്മൾ ക്ഷീണിച്ചുപോയി, ഇനി ഒന്നിനും വയ്യ എന്ന് തോന്നുന്ന നിമിഷങ്ങളിൽ, ബലമില്ലാതെ തളർന്നിരിക്കുമ്പോൾ ദൈവം തന്റെ ശക്തി തന്ന് നമ്മളെ പുതുക്കും. ഇനി മൂന്നാമത്തെ ഉറപ്പ്, ദൈവം നമ്മളെ ഉയർത്തുന്നവനാണ്. ജീവിതത്തിൽ വീഴ്ചകളും പരാജയങ്ങളുമൊക്കെ സ്വാഭാവികമാണ്, എല്ലാവർക്കും സംഭവിക്കും. എന്നാൽ ആ വീഴ്ചയിൽ നമ്മളെ തനിച്ചാക്കി പോകാതെ കൈപിടിച്ചുയർത്താൻ ഒരാളുണ്ട് എന്ന ഉറപ്പാണിത്. മീഖ 7:8 ഈ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ ഒരു ധൈര്യം തോന്നുമല്ലേ? നീ വീണാലും എഴുന്നേൽക്കും, ഇരുളിലായാലും യഹോവ നിനക്ക് പ്രകാശമായിരിക്കും. എന്നുവെച്ചാൽ എത്ര വലിയ വീഴ്ചയാണെങ്കിലും അവിടെ നിന്നും എഴുന്നേൽക്കാൻ നമുക്ക് കഴിയും. ചുറ്റും ഇരുട്ടാണെന്ന് തോന്നുമ്പോൾ ദൈവം തന്നെ നമുക്ക് വെളിച്ചമായി മാറുമെന്നോർക്കണം. അപ്പോൾ ഈ 3 ഉറപ്പുകളും നമ്മൾ ചേർത്ത് വയ്ക്കുമ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാവുന്നത്? ഈ സന്ദേശത്തിന്റെ യഥാർത്ഥ ഹൃദയം, അതിന്റെ കാതൽ എന്താണ്? നമുക്ക് ആ വാക്യത്തിന്റെ തുടക്കത്തിലേക്ക് തന്നെ ഒന്നുകൂടി വരാം. ഭയപ്പെടേണ്ട, വെറും 2 വാക്കുകൾ, പക്ഷെ അതിലൊരു ലോകം മുഴുവൻ ആശ്വാസമുണ്ട്, അല്ലേ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ ഭയപ്പെടേണ്ട എന്നത് ഒരു കർശനമായ കൽപ്പനയല്ല, നീ പേടിക്കാൻ പാടില്ല എന്നൊരു ശാസനയല്ല, മറിച്ച് സ്നേഹത്തിൽ നിന്നും കരുതലിൽ നിന്നും വരുന്ന വളരെ സൗമ്യമായ ഒരു ആശ്വാസവാക്കാണ്. സാരമില്ല, നിന്റെ അവസ്ഥ എനിക്കറിയാം, ഞാൻ കൂടെയുണ്ട് എന്ന് നമ്മളോട് പറയുന്നതുപോലെ. അതുകൊണ്ട് നമുക്ക് ഈ ഉറപ്പുകളൊക്കെ മനസ്സിൽ വെക്കാം. നമ്മുടെ മുന്നിലുള്ള ഭയങ്ങളെ ധൈര്യത്തോടെ നേരിടാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒറ്റയ്ക്കല്ല. നമ്മളെ ശക്തിപ്പെടുത്താനും കൈപിടിച്ചുയർത്താനും താങ്ങി നിർത്താനും ഒരാൾ കൂടെയുണ്ട്. ആ ഒരൊറ്റ ധൈര്യത്തിൽ നമുക്ക് ഓരോ ദിവസവും മുന്നോട്ടു പോകാം.